നമുക്ക് ഈ കൊളസ്ട്രോളിന്റെ പ്രശ്നം ഇപ്പോൾ വളരെ കൂടുതലാണോ? കാരണം നമുക്ക് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നു, വ്യായാമമാണെങ്കിൽ തീരെയില്ല. അപ്പൊ അതുകൊണ്ട് അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ, ഓക്കെ, അതായത് ട്രൈഗ്ലിസറൈഡ്സ് ആയാലും LDL ആയാലും ഒക്കെ അമിതമായിട്ട് രക്തത്തിൽ വർദ്ധിച്ചിരിക്കുന്നവര്, ടോട്ടൽ കൊളസ്ട്രോൾ രക്തത്തിൽ വർദ്ധിച്ചിരിക്കുന്നവരായാലും ചുവന്നുള്ളി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചുവന്നുള്ളി എങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ പ്രത്യേകമായിട്ട് ഇത്തരക്കാര് ചുവന്നുള്ളിയും അതുപോലെ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഭക്ഷണത്തിന്റെ കൂടെ കൂടുതലായിട്ട് ചേർത്തത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ചുവന്നുള്ളിയോ സബോളയോ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അതൊരു സലാഡ് പോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് ഉച്ചഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഒക്കെ മുൻപ് കഴിക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ കുറയുന്നതിനും സഹായകരമാകുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇവർക്ക് ഈ പൈൽസ് പോലത്തെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനും സഹായകരമാവും. പിന്നെ ഇത് ഈ ഹൈപ്പർ കൊളസ്ട്രീമിയ മാത്രമല്ല, ദുർമേധസ് കൊണ്ട് അമിത ശരീരഭാരം ഉണ്ടാവുന്നവർക്കും ഇത് സഹായകരമാകുന്നുണ്ട്, ഈ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് അറ്റക്കൈക്ക് പ്രയോഗിക്കാവുന്ന ഒരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും കീടങ്ങളും പ്രാണികളും ഒക്കെ കടിച്ച് ഉണ്ടാവുന്ന പാടുകൾ, ആ മുറിപ്പാടുകൾ അത് കരിയാതെ നിൽക്കുക, ഓക്കെ, അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഈ ചുവന്നുള്ളി ചതച്ച്